മലപ്പുറം എസ് പിക്കെതിരെ ഒറ്റയാൾ സമരം ചെയ്തു തുടങ്ങിയ ഒറ്റയാനാണ് പി.വി. അൻവർ. ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിലെ പ്രതിഷേധം വെറും നാടകമെന്ന് ആദ്യം കരുതിയവർക്ക് തെറ്റി. മുൻ മലപ്പുറം എസ് പി സുജിത് ദാസിനെതിരെ തൊടുത്തുവിട്ട അസ്ത്രം ചെന്നു പതിച്ചത് പോലീസ് സേനയിലെ ഏറ്റവും കരുത്തിന് മേലാണ്. സ്വർണ്ണക്കടത്തിലെ വഴിവിട്ട ഇടപാടുകൾ, സോളാർ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം, മന്ത്രിമാരുടെ ഫോൺ ചോർത്തൽ, റിദ്ധാൻ ബേസിൽ എന്ന യുവാവിൻ്റെ കൊലപാതകം, കവടിയാറിലെ കൊട്ടാര സദൃശമായ വീട്, ഇങ്ങനെ അൻവർ തെളിവുകൾ അക്കമിട്ട് നിർത്തിയപ്പോൾ വീണത് അജിത് കുമാർ എന്ന പോലീസിലെ സൂപ്പർ DGP-യാണ്. ഈ വാർത്തയ്ക്കൊപ്പം ആലപ്പുഴ ചേർത്തലയിലെ നവജാത ശിശുവിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് കൂടി കേൾക്കാൻ കഴിഞ്ഞു. എന്തിനാണ് സ്വന്തം അമ്മ നൊന്തു പ്രസവിച്ച ചോര കുഞ്ഞിനെ ഇല്ലാതാക്കിയത്? ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. മനസാക്ഷി മരവിച്ച മണ്ണിലേക്ക് പിറന്നു വീഴേണ്ടി വന്ന ഒരു കുഞ്ഞിൻ്റെ ദുരവസ്ഥ. ജന്മം നൽകിയ അമ്മ കഴുത്തു ഞെരിച്ച് സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന ഒരു കെട്ടകാലം. ആലപ്പുഴ ചേർത്തലയിലെ നവജാത ശിശുവിൻ്റെ കൊലപാതകത്തിൽ പുറത്തു വരുന്നത് കരളലിയിപ്പിക്കുന്ന കഥകളാണ്. ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ യുവതി പ്രസവിച്ച കുഞ്ഞിനെ തേടിയുള്ള അന്വേഷണമാണ് കൊലപാതകത്തിൻ്റെ ചുരുളഴിച്ചത്. കുട്ടിയെ തൃപ്പൂണിത്തുറയിലെ ഒരു കൂട്ടർക്ക് വിറ്റതായാണ് യുവതി ആദ്യം നൽകിയ മൊഴി. പിന്നീട് ഇവരുടെ കാമുകനെ കൂടി ചോദ്യം ചെയ്തപ്പോൾ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നതാണെന്ന് വ്യക്തമായി. 2 കുട്ടികളുടെ അമ്മയായ ചേർത്തല പള്ളിപ്പുറം സ്വദേശിനിയായ യുവതിക്ക് അവിഹിത ബന്ധത്തിലാണ് 3ാമത്തെ കുഞ്ഞ് പിറന്നത്. ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ 26-നാണ് ആശ ആൺകുഞ്ഞിന് ജന്മം നൽകുന്നത്. പിന്നീട് 31-ാം തീയതി ആശുപത്രി വിട്ടു. കുട്ടി ജനിച്ച വിവരം ആശുപത്രി അധികൃതർ പഞ്ചായത്തിന് കൈമാറി. പഞ്ചായത്തിൽ നിന്ന് നവജാത ശിശു പരിപാലനത്തിന്റെ ഭാഗമായുള്ള അന്വേഷണം വന്നപ്പോൾ കുഞ്ഞ് തന്റെ പക്കലില്ല എന്ന വിവരം ആശ വ്യക്തമാക്കി. വളർത്താൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ തൃപ്പൂണിത്തുറ സ്വദേശികൾക്ക് കൈമാറിയെന്നാണ് അവർ പറഞ്ഞത്. ഇതോടെ ആശാ വർക്കർ വീട്ടിലെത്തി. അവരോടും 2 മക്കളുടെ അമ്മ കൂടിയായ ആശ ഇക്കാര്യം തന്നെ പറഞ്ഞു. സംശയം തോന്നിയ ആശാപ്രവർത്തക വാർഡ് മെമ്പർ ഷിൽജയെ വിവരമറിയിച്ചതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. ഷിൽജ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചേർത്തല പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആശയെയും ആൺസുഹൃത്ത് രതീഷിനെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ആദ്യം തൃപ്പൂണിത്തുറ സ്വദേശികൾക്ക് കുട്ടിയെ നൽകിയെന്ന മൊഴിയിൽ ഉറച്ചുനിന്ന ഇവർ പിന്നീട് കുട്ടി മരിച്ചുവെന്ന് പോലീസിനോട് സമ്മതിച്ചു. തുടർ ചോദ്യം ചെയ്യലിൽ ആശയുമായി ചേർന്ന് രതീഷ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് കണ്ടെത്തി. പിന്നീട് മൃതദേഹം തേടി പള്ളിപ്പുറം പുലുവേലി ഭാഗത്തുള്ള രതീഷിന്റെ വീട്ടിലേക്ക്. രതീഷിന്റെ വീടിന്റെ പരിസരത്തും പൊന്തക്കാട്ടിലുമൊക്കെയായി നടത്തിയ പരിശോധനയിൽ ആദ്യം കുഞ്ഞിനെ പൊതിഞ്ഞുകൊണ്ടുവന്ന വസ്ത്രം കണ്ടെത്തി. പിന്നീട് ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിൽ കുഞ്ഞിന്റെ മൃതദേഹവും. ആശ ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാരോടും ഭർത്താവിനോടും മറച്ചുവെച്ചിരുന്നതായാണ് മൊഴി. വയറ്റിൽ മുഴയാണെന്നാണ് ഭർത്താവ് മനോജിനോട് പറഞ്ഞിരുന്നത്. ആശുപത്രിയിൽ ചികിത്സ തേടിയതും ഇതിനായി എന്നാണ് പറഞ്ഞത്. പക്ഷേ ആശുപത്രി രേഖകളിൽ ആശയ്ക്കൊപ്പമുണ്ടായിരുന്നത് രതീഷാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. 31-ന് തന്നെ സഞ്ചിയിൽ കുഞ്ഞിനെ രതീഷിന് കൈമാറിയെന്നാണ് ആശ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരിക്കുന്നത്. മൃതദേഹം ആദ്യം ഒളിപ്പിച്ചത് ശുചിമുറിയിലല്ലെന്ന് പോലീസ് പറയുന്നു. പൊന്തക്കാട്ടിലോ സെപ്റ്റിക് ടാങ്കിലോ ആണെന്നാണ് സംശയിക്കുന്നത്. സംഭവം പുറത്തായതോടെ തിരിച്ചെടുത്ത് കത്തിച്ചു കളയാനായാണ് ശുചിമുറിയിൽ സൂക്ഷിച്ചത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കുഞ്ഞിന്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് 18 ആലപ്പുഴ. ക്രമസമാധാന ചുമതലയുള്ള ADGP, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ, കേരളത്തിൻ്റെ സൂപ്പർ DGP, പോലീസിലെ ഏറ്റവും കരുത്തനായ MR അജിത് കുമാർ അധികാരത്തിൻ്റെ കൊടുമുടിയിൽ നിന്നാണ് നിലം പതിക്കുന്നത്. പി.വി. അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ
ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റാൻ നീക്കം തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിച്ചതോടെയാണ് ചുമതലയിൽ നിന്നും മാറ്റുന്നത്. MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകും അന്വേഷിക്കുക. PV അൻവർ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച SP സുജിത് ദാസിനെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ADGP MR അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നടന്നത് നാടകീയ നീക്കങ്ങളാണ്. ഇതിൽ മുഖ്യമന്ത്രി DGP കൂടിക്കാഴ്ച നിർണായകമായി. അന്വേഷണം വേണമെന്ന് DGP കൂടി നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. ഞായറാഴ്ച ചേർന്ന ഉന്നത പോലീസ് യോഗത്തിന് പിന്നാലെ തന്നെ അന്വേഷണം അനിവാര്യമാണെന്ന നിലപാടിലേക്ക് പോലീസ് മേധാവി എത്തിയിരുന്നു. രാവിലെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കോട്ടയത്തെത്തിയ മുഖ്യമന്ത്രി അവിടെ വെച്ചാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബുമായി കൂടിക്കാഴ്ച നടത്തിയത്. പിന്നാലെ പോലീസ് അസോസിയേഷൻ സമ്മേളനവേദിയിൽ ADGP MR അജിത് കുമാറിനെ സാക്ഷി നിർത്തി തന്നെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു. ഒരു മുൻവിധിയും ഒരു കാര്യത്തിലും പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ, ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാകും അന്വേഷിക്കുക. അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ക്രമസമാധാന ചുമതല ADGP അജിത് കുമാറിൽ നിന്ന് നീക്കിയേക്കും. തനിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും ഔദ്യോഗിക സംവിധാനത്തിലൂടെ അന്വേഷിക്കട്ടെ എന്നായിരുന്നു ADGP MR അജിത് കുമാറിന്റെ പ്രതികരണം. എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGPക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം ഉണ്ടാകുമെങ്കിലും സസ്പെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്നാണ് വിവരം. അജിത് കുമാറിന് പകരം ആ സ്ഥാനത്തേക്ക് ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കിടേഷ്, ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. ഇതിനൊപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് ADGP മനോജ് എബ്രഹാമിന്റെ പേരും പരിഗണനയിലുണ്ട്. അതിനിടെ PV അൻവർ MLA ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച SP സുജിത് ദാസിനെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഗുരുതര ചട്ടലംഘനമെന്ന അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. SP ആയിരിക്കെ MLAയെ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് സുജിത് ദാസിനെതിരെയുള്ള ആരോപണം. മലപ്പുറം SP ആയിരിക്കെ നടന്ന മരമുറിയെ തുടർന്നുണ്ടായ പരാതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നഭ്യർത്ഥിച്ച് PV അൻവറുമായി നടത്തിയ ഫോൺ സംഭാഷണവും പുറത്തു വന്നിരുന്നു. ക്യാമ്പ് ഓഫീസിലെ മരം മുറിച്ചു കടത്തിയെന്ന കേസിലെ പരാതി പിൻവലിച്ചാൽ സർവീസിലുള്ള കാലം മുഴുവൻ കടപ്പെട്ടിരിക്കും എന്നാണ് മലപ്പുറം മുൻ SP-യും നിലവിൽ പത്തനംതിട്ട SP-യുമായ സുജിത് ദാസ് പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. മന്ത്രിമാരുടെ ഫോൺ ചോർത്തൽ, സ്വർണ്ണക്കടത്തിലെ വഴിവിട്ട ഇടപാടുകൾ, സോളാർ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം, കവടിയാറിലെ കൊട്ടാര സദൃശമായ വീട്, ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ അക്കമിട്ട് നിരത്തിയ ആരോപണങ്ങളാണിത്. സോളാർ കേസ് അട്ടിമറിച്ചതിനെക്കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഓഡിയോയാണ് MLA പുറത്തുവിട്ടത്. അജിത് കുമാർ സ്വർണ്ണക്കടത്ത് റിംഗിന്റെ തലവനാണെന്ന് ആരോപണം ഉന്നയിച്ച അൻവർ റിദ്ധാൻ ബേസിൽ എന്ന യുവാവിന്റെ കൊലപാതക കേസിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. ADGPക്കെതിരെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ റിട്ടയർഡ് ജഡ്ജി അന്വേഷിക്കണമെന്നും PV അൻവർ ആവശ്യപ്പെട്ടു. ഞായറാഴ്ച PV അൻവർ MLA MR അജിത് കുമാറിനും P ശശിക്കുമെതിരെ ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചതെങ്കിൽ ഇന്ന് MR അജിത് കുമാറിനെതിരെ ശബ്ദരേഖ അടക്കമുള്ള തെളിവുകളാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നത്. ഒരു പോലീസുകാരന്റെ എന്ന് അവകാശപ്പെടുന്ന ശബ്ദരേഖയാണ് അൻവർ പുറത്തുവിട്ടത്. ഇതിൽ MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങളാണ്, ആരോപണങ്ങളാണ് ഉയരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ
സോളാർ കേസ് അട്ടിമറിക്കാൻ MR അജിത് കുമാർ കൂട്ടുനിന്നു എന്നുള്ളതാണ്. KC വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരം MR അജിത് കുമാർ പരാതിക്കാരിയുടെ മൊഴി മാറ്റാൻ അല്ലെങ്കിൽ പരാതിക്കാരിയെ ബ്രെയിൻ വാഷ് ചെയ്ത് മൊഴി മാറ്റി നൽകാൻ നിർബന്ധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് തള്ളിപ്പോയതെന്നും PV അൻവർ MLA ആരോപിക്കുന്നു. CBI അന്വേഷണം വേണുഗോപാൽ അടക്കമുള്ള എല്ലാ പ്രമുഖരും കുറ്റമുക്തരാക്കപ്പെട്ടതിന്റെ കാരണക്കാരൻ അജിത് തന്നെയാണ്. കേസിൽപ്പെട്ട എല്ലാ പ്രമുഖരും നിസ്സാരമായിട്ട് ഈ പാവം സ്ത്രീയെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചില മാന്യന്മാരെ മറ്റുള്ളവരിൽ നിന്ന് ആ സ്ത്രീ കൈപ്പറ്റിയ പണം മുഴുവൻ കവറുകയും ചെയ്തത്. KC വേണുഗോപാൽ സാറിന്റെ നിർദ്ദേശപ്രകാരം അജിത് സാർ നേരത്തെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ കേസ് ആര് അന്വേഷിച്ചാലും ഒരാളും കുറ്റവാളിയാവില്ലെന്നാണ് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തത്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി അജിത് കുമാറിന് വലിയ ബന്ധമാണെന്ന് PV അൻവർ MLA ആരോപിച്ചു. അതിന് തെളിവായി അദ്ദേഹം പോലീസുകാരന്റെ എന്ന് അവകാശപ്പെടുന്ന ശബ്ദരേഖയും പുറത്തുവിട്ടു. അജിത് കുമാറിന് ദുബായ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി വലിയ ബന്ധമാണുള്ളത്. അവിടെ നിന്ന് ആര് സ്വർണ്ണ ബിസ്ക്കറ്റ് വാങ്ങിച്ചാലും അജിത് കുമാർ അറിയും. അജിത് കുമാറിന്റെ അറിവും സമ്മതവുമില്ലാതെ വരുന്ന സംഘങ്ങളെയാണ് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് പിടികൂടിയിരുന്നതെന്ന ആരോപണവും ആക്ഷേപവും അദ്ദേഹം ഉന്നയിക്കുന്നു. ഒരു ചാൻ സംവിധാനം ഉണ്ടെന്നും ദുബായ് ഹോൾസെയിൽ ഗോൾഡ് മാർക്കറ്റിൽ നിന്ന് മലയാളികൾ ആര് സ്വർണ്ണ ബിസ്ക്കറ്റ് വാങ്ങിയാലും വാങ്ങുന്നതിന് പിന്തുടർന്ന് അവർ ഏത് ഓഫീസിലേക്കോ വീട്ടിലേക്കോ പോകുന്നതും മനസ്സിലാക്കുന്നതും ഒരു ഈ ടീമിന്റെ പിന്തുണയുള്ള കുട്ടിയാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ കാണാതായ സംഭവവും എടവണ്ണയിലെ റിദ്വാൻ ബേസിലിന്റെ കൊലപാതകവും ഇതിന്റെ തുടർച്ചയാണെന്നും അൻവർ ആരോപിക്കുന്നുണ്ട്. റിദ്വാൻ ബേസിലിന്റെ കൊലപാതകത്തിന് പിന്നിൽ അജിത് കുമാറിന് പങ്കുണ്ടെന്ന പരോക്ഷ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇതിൽ റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. പോലീസ് സേനയിൽ മിടുക്കരായ ഉദ്യോഗസ്ഥരുണ്ട്, പക്ഷേ റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ വേണം ഈ അന്വേഷണം എന്നൊരു ആവശ്യമാണ് PV അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. കൃത്യമായ കരുനീക്കങ്ങളിലൂടെയാണ് MR അജിത് കുമാറിനെതിരെ അൻവർ നീങ്ങിയത്. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ അൻവർ നടത്തിയ നീക്കങ്ങൾ ഫലം കണ്ടിരിക്കുന്നു ആദ്യഘട്ടത്തിൽ നിന്ന് വിലയിരുത്തേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇനിയുള്ള ചോദ്യം മുഖ്യമന്ത്രിയുടെ അറിവോടെ ആയിരുന്നു അൻവർ ഇത് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെയല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ത് നിലപാടാകും ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിൽ സ്വീകരിക്കുക എന്നുള്ളതും ഉയരുന്ന ചോദ്യമാണ്. എന്താണെങ്കിലും അൻവറിന്റെ പോരാട്ടം ആദ്യഘട്ടത്തിൽ ഒരു പരിധിവരെ വിജയം കണ്ടു എന്ന് വിലയിരുത്തേണ്ടി വരും. മലപ്പുറത്ത് നിന്നും അഖിലൂട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ന്യൂസ് 18 തിരുവനന്തപുരം. കാക്കിക്ക് മേൽ കറ പുരണ്ടാൽ അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെപ്പോലും താളം തെറ്റിക്കാം. ഈ അടുത്ത കാലത്ത് പോലീസിലെ ഗുണ്ടാബന്ധവും കൈക്കൂലിയും DGPയുടെ ഭൂമിയിടപാടും വരെയും ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കിയതാണ്. സംസ്ഥാന പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിക്കൂട്ടിലാക്കിയ പുതിയ ആരോപണങ്ങൾ കോട്ടയത്ത് നടക്കുന്ന പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിലും പ്രതിഫലിച്ചു. പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളാണ് നടക്കുന്നതെന്ന് സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി. പോലീസിൽ ഇപ്പോഴും അടിമ ഉടമ ബന്ധം നിലനിൽക്കുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥന്റെ ഫോൺ സംഭാഷണത്തിൽ മാതൃകാപരമായ തിരുത്തൽ ഉണ്ടാകണമെന്ന ആവശ്യവും പ്രമേയത്തിലുണ്ട്. സംസ്ഥാന പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും ആകെ പ്രതിസന്ധിയിലായ വെളിപ്പെടുത്തലുകളും ഒക്കെ നടക്കുന്നതിനിടെയാണ് പോലീസ് അസോസിയേഷന്റെ കോട്ടയത്ത് സംസ്ഥാന സമ്മേളനം നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, DGP ഷെയ്ഖ് ദർവേഷ് സാഹിബൊപ്പം തന്നെ ആരോപണ വിധേയനായ ADGP MR അജിത് കുമാർ, ഇവർ 3 പേരും ഒരുമിച്ച് ഒരു വേദിയിലെത്തി എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായി പോലീസിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട കേസിൽ അന്ന്
ഇപ്പുറത്ത് ലോക്നാഥ് ബെഹ്റ അടക്കം പ്രതിസ്ഥാനത്ത് ഫലത്തിൽ ഈ മോൻസനുമായിട്ടുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി പ്രതിസ്ഥാനത്താകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. മനോജ് എബ്രഹാം അതേപോലെ തന്നെ സമാനമായി അവിടേക്ക് എത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഉന്നത പോലീസ് നേതൃത്വം തന്നെ അന്ന് പ്രതിസന്ധിയിലായിരുന്നു. അന്ന് DIG ആയിരുന്ന സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ, ലക്ഷ്മണ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടികളും അന്വേഷണവും ഒക്കെ വരുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. അതിനെല്ലാം പിന്നാലെയാണ് അടുത്ത ഷെയ്ഖ് ദർവേഷ് സാഹിബിന് തന്നെ ഫലത്തിൽ വെട്ടിലാക്കിക്കൊണ്ട് ഒരു ഭൂമി ഇടപാട് വിവാദം വരികയും അത് ഫലത്തിൽ പെട്ടെന്ന് തന്നെ അത് സെറ്റിൽ ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് അത് അവിടെ ഒതുങ്ങി. പക്ഷേ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി വെട്ടിലാക്കുന്ന ഒരു സംഭവം, പ്രത്യേകിച്ച് P ശശി ഉൾപ്പെടെയുള്ളവർ പ്രതിസന്ധിയിലാകുന്ന ഒരു സംഭവം ഉണ്ടാകുന്നതിനിടെ കൂടിയാണ് ഈ ഒരു സമ്മേളനം കോട്ടയത്ത് നടന്നത്. എന്തായാലും സാധാരണ പോലീസുകാരുടെ, കോൺസ്റ്റബിൾ വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനമാണ് നടന്നതെങ്കിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുത്ത ഒരു സമ്മേളനം കൂടിയാണ് കഴിഞ്ഞു പോകുന്നത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സാധാരണ പോലീസുകാർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു പ്രമേയം അത് പോലീസിൽ ഉടമ അടിമ ബന്ധമുണ്ട് എന്ന് പറയുകയാണ്. മാത്രവുമല്ല, അതിനപ്പുറത്തേക്ക് ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഭാഷണങ്ങൾ പുറത്തു വന്നത് അത് പോലീസ് സേനയ്ക്ക് ആകെ മാനക്കേടുണ്ടാക്കി എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. എന്തായാലും പോലീസിൽ ശുദ്ധികലശവും ക്രിമിനലുകൾക്കെതിരെ നടപടിയും ഒക്കെ ഉണ്ടാകുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തൻ്റെ പ്രസംഗത്തിൽ പറയുന്നു. അതെല്ലാം ഇത്തരക്കാരെ വെച്ചു ഓർപ്പിക്കില്ല എന്ന് പറയുന്നതിനിടെയാണ് ഇത്തരം തുടർ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും പോലീസ് അസോസിയേഷൻ സമ്മേളനം പ്രമേയം കൊണ്ടുകൂടി അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമാകുകയാണ്. സിനിമാ മേഖലയിലെ ലൈംഗികാരോപണത്തിൽ മുകേഷ്, മണിയൻ പിള്ള രാജു എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി എന്താകും? ഇവർ സമർപ്പിച്ച ഹർജിയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദം തുടരും. ഇടവേള ബാബു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. അതേസമയം നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ കേസുകളിൽ ഉടൻ അറസ്റ്റില്ലെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. കോടതി നടപടികൾ ഉൾപ്പെടെ പരിഗണിച്ചായിരിക്കും ചോദ്യം ചെയ്യലും ഉണ്ടാവുക. എറണാകുളത്തെ യുവനടിയുടെ പരാതിയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് ഇപ്പോൾ കോടതിയിൽ നടപടികൾ തുടരുകയാണ്. നടന്മാരായ മുകേഷും അതോടൊപ്പം തന്നെ മണിയൻ പിള്ള രാജുവും അഭിഭാഷകനായ VS ചന്ദ്രശേഖരും സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം തുടരുന്നു. വാദങ്ങൾക്കു ശേഷം അത് തുടർവാദത്തിനായി അടുത്ത ദിവസത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടവേള ബാബുവും മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അതും പരിഗണിക്കും. നടൻ സിദ്ദിഖും മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഹൈക്കോടതി വരും ദിവസങ്ങളിൽ അതിലുള്ള നടപടികൾ തുടരുകയും ചെയ്യും. നടൻ മുകേഷ് ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് ചില ഡിജിറ്റൽ തെളിവുകൾ കോടതി മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്, അഭിഭാഷകൻ മുഖേന സമർപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇത് ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നടന്നിട്ടുള്ളതെന്നും അത് തെളിയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നും നേരത്തെയും മുകേഷ് പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചിയിൽ അഭിഭാഷകനെ അദ്ദേഹം കാണുകയും ഈ രേഖകളും തെളിവുകളുമെല്ലാം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കോടതിക്ക് ഇന്ന് സീൽ ചെയ്ത കവറിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിലുള്ള വാദങ്ങളിൽ അത് ഒരു പ്രധാനപ്പെട്ട തെളിവാകുമെന്നാണ് മുകേഷിൻ്റെ അഭിഭാഷകൻ പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് മറ്റ് കോടതിയെ സമീപിച്ചവരും ഇത് ആസൂത്രിതമായ ഗൂഢാലോചനയാണെന്ന രീതിയിലാണ് കോടതിയിൽ വാദമുഖങ്ങൾ നിരത്തിയത്. എന്തായാലും അതിൽ വലിയ ദീർഘനേരം തന്നെ വാദങ്ങൾ നീണ്ടുനിന്നു. ഇതിനെ ശക്തമായ രീതിയിൽ തന്നെയാണ് സർക്കാർ എതിർത്തത്. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷനും വാദിച്ചത്. എന്തായാലും വാദങ്ങൾ വരും ദിവസങ്ങളിലും തന്നെ തുടരുകയും ചെയ്യും. സിദ്ദിഖും ഇതേ രീതിയിൽ തന്നെയാണ് ഹൈക്കോടതിയിൽ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഗൂഢാലോചന കാര്യങ്ങളിൽ നടക്കുന്നുണ്ട്. ആദ്യഘട്ടങ്ങളിൽ പരാതി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന നടി പിന്നീട് അതുമായി മുന്നോട്ട് പോകാത്തത് എന്തുകൊണ്ടായിരുന്നുവെന്നും ഇതിൽ വ്യക്തമായ രീതിയിൽ തന്നെ തേജോവധം ചെയ്യാനുള്ളൊരു ഗൂഢാലോചനയാണ് ഈ രീതിയിലുള്ളതെന്നുമാണ് ഹൈക്കോടതിയിൽ അദ്ദേഹം സമർപ്പിച്ച ഹർജിയിലടക്കം, മുൻകൂർ ജാമ്യ ഹർജിയിലടക്കം പറയുകയും ചെയ്യുന്നത്. അതേസമയം അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അത് പ്രകാരം ഇന്ന്
തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിയിൽ നടിയുടെ രഹസ്യമൊഴി ജയസൂര്യക്കെതിരായ കേസിൽ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെട്ട പരാതിയിലേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ പരാതി ഉയർന്നു വന്നിട്ടുള്ള നടന്മാരെ അടക്കം ആരെയും തന്നെ ഉടനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്കല്ല, ഉടനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് ഇന്ന് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന AIG പൂങ്കുഴലി പറഞ്ഞത്. ഇതിൽ സാവകാശമുണ്ടാകും, കാരണം വ്യക്തമായ കാര്യങ്ങളും രേഖകളും പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് പൂങ്കുഴലി പ്രതികരിച്ചത്. ഫസ്റ്റ് ലെവൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞെന്ന് പറയാം. ഇനി അടുത്തുള്ള കുറെ പഴയ കേസായതുകൊണ്ട് ഒരുപാട് അന്വേഷിക്കേണ്ടതുണ്ട്. കുറെ മൊഴികളും കുറെ സാക്ഷികളും എല്ലാം എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അല്ല, ഇപ്പോൾ കേസ് കോടതിയിലുള്ളതുകൊണ്ട് ഇപ്പം നമുക്കതിന് കോടതിയിൽ എന്ത് പറയുന്നുണ്ടോ അനുസരിച്ചായിരിക്കും അടുത്ത് ചെയ്യുന്നത്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് പുറത്തു വന്ന വസ്തുതകൾ, അതിനുശേഷം വന്ന വെളിപ്പെടുത്തലുകൾ, ഇതിൽ തുടർന്നുണ്ടായ പരാതികൾ, ഇതിലെല്ലാം തന്നെ സമഗ്രമായ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ തുടരുകയും ചെയ്യും. പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത് മംഗളൂരുവിൽ 2.5 വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയൊരു കേസാണ്. എറണാകുളം പറവൂർ സ്വദേശി അനീഷ് കുമാറാണ് മംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കുട്ടിയെ തട്ടിയെടുത്തത്. ഉടൻ അന്വേഷണം ആരംഭിച്ച കർണാടക പോലീസ് ട്രെയിൻ യാത്രയ്ക്കിടെ കാസർഗോഡ് വെച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാനായത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറി. മംഗളൂരുവിൽ കങ്കനാടിയിൽ താമസിക്കുന്ന ന്യൂഡൽഹി സ്വദേശികളായ ദമ്പതികളുടെ 2.5 വയസ്സുള്ള കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ റെയിൽവേ പോലീസിന്റെയും RPFന്റെയും ഇടപെടലിനെ തുടർന്നാണ് കുട്ടിയെ മണിക്കൂറിനുള്ളിൽ കണ്ടെത്താനായത്. നാഗർകോവിലേക്ക് പോവുകയായിരുന്ന ഗാന്ധിധാം എക്സ്പ്രസിൽ വെച്ചാണ് എറണാകുളം പറവൂർ സ്വദേശി അനീഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്ന പ്രതിക്കൊപ്പം സംശയകരമായ സാഹചര്യത്തിൽ കുട്ടിയെ കണ്ടെന്ന വിവരം മറ്റു യാത്രക്കാരാണ് അധികൃതരെ അറിയിച്ചത്. കുഞ്ഞിന്റെ ചിത്രം മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞതോടെ കങ്കനാട് പോലീസ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മുംബൈയിൽ നിന്ന് മടങ്ങിയായിരുന്ന അനീഷ് കുമാർ മംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കുട്ടി തന്നെ കയ്യിൽ പിടിച്ചെന്നും തനിക്ക് പെൺകുട്ടി ഇല്ലാത്തതിനാൽ ഒപ്പം കൂട്ടിയെന്നുമാണ് റെയിൽവേ പോലീസിനോട് പറഞ്ഞത്. കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാതാപിതാക്കൾക്ക് കൈമാറി. റെയിൽവേ പോലീസിന്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും സമയോചിത ഇടപെടലിനെ തുടർന്ന് കുട്ടിയെ മണിക്കൂറിനുള്ളിൽ കണ്ടെത്താനായതിന്റെ സന്തോഷത്തിലാണ് അധികൃതർ. ന്യൂസ് 8 കാസർഗോഡ്. ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും മാതൃകമ്പനിയായ മെറ്റയും UP പോലീസും ചേർന്ന് ഒരു യുവതിയുടെ ജീവൻ രക്ഷപ്പെടുത്തിയ കഥ കൂടി കേൾക്കണം. ലക്നൗ സ്വദേശിനിയായ 22-കാരിയാണ് കഴുത്തിൽ ദുപ്പട്ട കുരുക്കുന്ന ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. വീഡിയോ പങ്കുവെച്ച് നിമിഷങ്ങൾക്കകം ഇത് അപകടകരമാണെന്ന് മെറ്റ AI രേഖപ്പെടുത്തി. ഉടൻ തന്നെ ഇതു സംബന്ധിച്ച സന്ദേശം UP പോലീസിന് കൈമാറി. വീഡിയോ പോസ്റ്റ് ചെയ്ത സ്ഥലം ഉൾപ്പെടെയുള്ള വിവരങ്ങളും സന്ദേശത്തിലുണ്ടായിരുന്നു. പിന്നാലെ 4 മിനിറ്റിനുള്ളിൽ നിഗോഹ പോലീസ് വിലാസം കണ്ടുപിടിച്ച് യുവതിയുടെ വീട്ടിലെത്തി. ഉടൻ അകത്തു പ്രവേശിച്ച പോലീസ് ആത്മഹത്യക്ക് ശ്രമിച്ച യുവതിയെ രക്ഷിക്കുകയായിരുന്നു. മെറ്റയും UP പോലീസും കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ ഇങ്ങനെ രക്ഷപ്പെടുത്തിയത് 460 പേരുടെ ജീവനാണ്. ആവശ്യമെങ്കിൽ കേരള പോലീസിനും ഈ രീതി പരീക്ഷിക്കാം. ഇതോടെ ഇന്നത്തെ പോലീസ് റോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.